ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ചിക്കൻ സെമി ഗ്രേവി കറിയാണ്. ഭയങ്കര എളുപ്പമായിട്ടുള്ള, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത, എന്നാൽ വേഗം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി കറി. ഓക്കെ, ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ചിക്കൻ, വൃത്തിയാക്കിയ ചിക്കൻ. ഓക്കെ, അടുത്തത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ പൊടികളൊക്കെ, മറ്റേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ ഞാൻ നമ്മുടെ ചിക്കനിൽ ചേർക്കുമ്പോൾ കാണിച്ചു തരാമേ. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിതില് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മുളക് പൊടി അതനുസരിച്ച് ഒരു ഇച്ചിരി പൊടിക്ക് കുറച്ചാൽ മതി കേട്ടോ. നിങ്ങളിങ്ങനെ ഇടയ്ക്ക് മുളക് പൊടി കൂട്ടി, പച്ചമുളക് കൂട്ടി, അല്ലെങ്കിൽ പച്ചമുളക് കൂട്ടുമ്പോൾ മുളക് പൊടി കുറച്ച്, അല്ലെങ്കിൽ മുളക് പൊടി കൂട്ടുമ്പോൾ പച്ചമുളക് കുറച്ച്, അങ്ങനെയൊക്കെ വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമ്മുടെ സ്ഥിരം ഉണ്ടാക്കുന്ന കറിയിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ചോപ്പ് തക്കാളീസ്. സ്കില്ല. ഇനിയാണ് നമ്മുടെ ചിക്കൻ കറീനെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആക്കാൻ പോകുന്ന സാധനം, വിച്ച് ഈസ് സ്പൈസസ്. പിന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മളിത് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മളല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ മഞ്ഞപ്പൊടി എന്ത്, എൻ്റെ മുളക് പൊടി എന്ത് എന്ന് പറഞ്ഞ് കിടന്ന് തപ്പേണ്ട ആവശ്യമില്ല. പിന്നെ അത് കരിയാനും പിടിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ പിന്നെ ഞാൻ ഇനിയിപ്പോൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾ ഓരോന്നും ഓരോ പാത്രത്തിലാക്കി ഇട്ട് ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം എടുത്ത് പെറുക്കി കഴുകണം, ഇരട്ടി പണിയല്ലേ. ഇതൊക്കെ വെറും ഷോ ആണ്, ബിക്കോസ് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ വീട്ടിലുള്ള മറ്റേ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളില്ലേ, ആ പാത്രത്തിലൊക്കെ തന്നെ മതി. പിന്നെ സ്പൈസസിന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങിക്കുകയാണെങ്കിൽ അത് ഭയങ്കര, എൻ്റെ കയ്യിൽ ഇത്ര നാൾ ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം സെപ്പറേറ്റ് ടിന്നിലിട്ടായിരുന്നു വെച്ചോണ്ടിരുന്നത്. അതായിരുന്നു എനിക്ക് എസ്തെറ്റിക്കലി ഇഷ്ടം. പക്ഷെ ഞാൻ ഈ ഒരു ഇതിലേക്ക് എന്താ പറയുക, ഈ ഒരു സ്പൈസ് സ്റ്റോറേജ് ബോക്സ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേന് ഇതെനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. എല്ലായിടത്തും ഇങ്ങനെ മാറ്റി പിന്നെ എപ്പോഴും നമ്മൾ റീഫിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഫസ്റ്റ് നമ്മളിതാ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തണുപ്പായോണ്ടാ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ സാധനങ്ങളാണ്. നെക്സ്റ്റ് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ച് വെച്ചത്. സവോള ഇട്ട് കൊടുക്കാം. സവോള അതാണോ മീൻ കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാ പ്രൊനൗൺസിയേഷൻ? സക്സിയസിന് അറിയോ? സവോളയാണോ സവാളയാണോ? ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് മറ്റേ ചെറിയ ഉള്ളിയില്ലേ, അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. എൻ്റെ കയ്യിലില്ലായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്യാഞ്ഞത്. പിന്നെ നമ്മുടെ സവോള ഇങ്ങനെ വഴിച്ച് ഒരിച്ചിരി വാടണം. ഒരിച്ചിരി ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളൊന്ന് ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. നമുക്ക് ഇനി നമ്മുടെ മസാലാസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി. ഞാൻ പറഞ്ഞില്ലേ, പച്ചമുളക് നമ്മൾ നേരത്തെ കുറച്ചധികം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ ഞാനൊരു 3 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഒത്തിരി നേരം ഇട്ട് ഇളക്കരുത്, ബിക്കോസ് അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഈ തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ നമ്മുടെ സവോളയ്ക്ക് ഒരു ഇച്ചിരി മോയിസ്റ്റ് കിട്ടിക്കൊള്ളു.
ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളി കുക്കായി വരുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു ടിപ്പ്, ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങളുടെ അടുത്ത്, നമ്മുടെ സ്പൈസസ്, നമ്മുടെ മറ്റേ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി, അധികം ചേർക്കണ്ടാന്ന്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കേട്ടോ. ബിക്കോസ് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ആ ചിക്കൻ കറിയുടെ ഫ്ലേവർ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. നമ്മളതുപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മറ്റേ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ആകെ നമ്മൾ ഈ ഒരു മസാലയാണ് എക്സ്ട്രാ, അതായത് ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടിക്ക് അതിന് അല്ലാണ്ട് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു സ്പൈസ് മിക്സ് ആണ്. ഇത് ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറിക്ക് വേറെ ലെവലായിരിക്കും. അപ്പം നമ്മുടെ ആ ചിക്കൻ കറിയുടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്ന ആ ഒരു മാജിക് പൗഡർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഇതിൽ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഏലക്കായും ഒരു 3 ഏലക്കയും പിന്നെ മറ്റേ ചെറിയ ജീരകമല്ല വലിയ ജീരകം. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ബാക്കിയൊക്കെ വളരെ കുറച്ചെടുത്താൽ മതി. ഇത് ഞാൻ നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചട്ടി ഒരുപാട് ചൂടായി പോകരുത്, കാരണം നമ്മുടെ ഈ സ്പൈസസ് കരിഞ്ഞു പോകും. ഇതേ കണ്ടോ, ഇട്ടപ്പോഴേക്കും നമ്മുടെ പെരിഞ്ചീരകമൊക്കെ ലൈറ്റായിട്ടൊന്ന് കരിഞ്ഞു എന്നല്ല, ഒന്ന് വാടി തുടങ്ങി. അപ്പം അത്രയും നമുക്ക് വേണ്ടു, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത മസാല. ഇതങ്ങനെ ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞ് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബിക്കോസ് നമ്മൾ അങ്ങനെ ഭയങ്കര ഒരു വലിയ ക്വാണ്ടിറ്റിയിലല്ലല്ലോ ഇത് മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതോർത്ത് നിങ്ങൾ അതിന് പേരിൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് മതി. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രൈൻഡ് ചെയ്ത മസാല, ട്രസ്റ്റ് മീ ഗൈസ്, ഈ മസാല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചിക്കൻ കറി വേറെ ലെവലാവും. നമുക്ക് കുറച്ച് ഉപ്പ്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ ആ ഒരു അളവ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ ഇല്ല, ഞാൻ എപ്പോഴും എന്താ പറയുക, ഈ ചിക്കൻ കറി, ബീഫ് കറി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു എന്ത് കറിയാണോ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കറിക്ക് അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്റ്റോക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ബ്രോത്ത് ഉണ്ടാക്കി മെനക്കെടാൻ നിങ്ങൾക്ക് ഇനി സമയമില്ല, അല്ലെങ്കിൽ പൈസ ചിലവാക്കാൻ താല്പര്യമില്ല, പുറത്തുനിന്ന് വാങ്ങിച്ച് പൈസ ചിലവാക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം നമ്മുടെ എക്സ്ട്രാ നമ്മുടെ ആ ഒരു ചിക്കൻ കറിക്ക് എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കുന്ന ഒരു ചെറിയ പ്രോ ടിപ്സ് അല്ല, ചെറിയ ടിപ്സ്, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാനിങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ പഠിച്ചെടുക്കുന്ന, അല്ലെ പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒരുപാട് റെസിപ്പീസ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓരോ വട്ടം ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയതും എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തതും ആയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്നിപ്പോൾ കാണിച്ചത്. ഞാൻ നമ്മുടെ ചിക്കൻ ബ്രോത്ത് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മുടെ ഇതൊരു സെമി ഗ്രേവി ആണല്ലോ. അപ്പം നമ്മുടെ ചിക്കനിൽ നിന്നും ഓൾറെഡി വെള്ളം ഇറങ്ങും. പിന്നെ ഇനി ബ്രോത്ത് ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടാക്കി ഉള്ള വെള്ളമായിരിക്കണം കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ്, അതായത് ഈസ്റ്റേൺ ആണോ അല്ലെങ്കിൽ വേറെ ഏത് ബ്രാൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം സ്പൈസസ് ചേർക്കത്തില്ല, അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, മറ്റേ സാധാ മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഈ ചിക്കന് വലിയ കളറില്ലാത്തത്. ഓക്കെ, ഇതാ നമ്മുടെ ബ്രോത്തൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ഒക്കെ വേവിച്ചെടുക്കണം. 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായി ഒന്ന് നോക്കാം. ക്യാമറമാൻ കമോ.
ഇതാ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ ഇപ്പം അത്യാവശ്യം കുറച്ച് വാട്ടറി ആയിട്ടായിരിക്കുന്നത്. ഇത് ചിക്കൻ കറി മതി എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ കേട്ടോ. ഒരു ഇച്ചിരി നേരം കൂടെ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങളൊരു 3-4 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ചിക്കൻ കറി കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് നമ്മളിന്നിപ്പോൾ ചെയ്യുന്ന റെസിപ്പി ഒരു സെമി ഗ്രേവി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി, ഇനിയിപ്പോൾ നമ്മൾ അടച്ചൊന്നും വെക്കുന്നില്ല, നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ നിന്ന് ഇതിപ്പോൾ ഒരു ഇച്ചിരി ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ എനിക്കൊന്നൊരു 5 മിനിറ്റ്സും കൂടി, ഒരു 5 to 7 മിനിറ്റ്സ് നമ്മുടെ ആ ഒരു വെള്ളം വറ്റി വരുന്ന വരെ നമ്മളൊന്ന് കുറച്ചും കൂടി ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാൻ പോവാം. ചിക്കനൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മല്ലിയില ആഡ് ചെയ്യാം. ഈ മല്ലിയിലയും നമ്മുടെ ചിക്കൻ കറീൻ്റെ ഫ്ലേവർ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നൊരു സാധനം. അപ്പം നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സെമി ഗ്രേവി ആയതുകൊണ്ട് നമ്മളിനി അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും അതേപോലെ ഒരു നുള്ള്, ഒത്തിരിയല്ല, ജസ്റ്റ് വളരെ ഒരു പിഞ്ച് ഓഫ് ചില്ലി പൗഡറും ഇതും കൂടി ചേർത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കി നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇടണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ, ഏകദേശം തീരാനായി. ഞാനൊരു ജസ്റ്റ് ചെറുതായിട്ട് നമ്മുടെ കുരുമുളക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് ഒരിച്ചിരി മുളക് പൊടി. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ചേർക്കരുത്, ജസ്റ്റ് വളരെ കുറച്ച്, ഒരു പിഞ്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇവിടെ വാങ്ങിച്ച് ഫ്രീസ് ചെയ്ത് വെക്കുന്ന കറിവേപ്പില, അതാണ് ഒരിച്ചിരി വാടിയ പോലെ ഇരിക്കുന്നത്, പക്ഷേ ടേസ്റ്റിന് കുറവൊന്നുമില്ല. ചിക്കൻ കറി റെഡിയായി. ഇനി ഞാൻ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് റെസിപ്പി. ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഡു കമന്റ് ബിലോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ലെറ്റ് മീ നോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിനൊക്കെ എന്താ ചെയ്യുന്നേ? വെറുതെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മ്യൂസിക് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയടോ. ഇതിനൊക്കെ ട്രോള് വരുമോ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയല്ലോ അല്ലേ 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 എന്താണ് ക്യാമറമാൻ്റെ അഭിപ്രായം? ഓക്കെ, ക്യാമറമാൻ ഒന്ന് എത്തി നോക്കിക്കോളൂ. ഓക്കെ, ഹായ്, നല്ല മണം വരുന്നുണ്ട്. ഹായ്, നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇവിടെ ആർക്കെങ്കിലും മല്ലിയില കഴിക്കില്ല. ഈ ചിക്കൻ കറി കഴിക്കായിരിക്കും. കഴിച്ചില്ലെങ്കിലും എനിക്ക് കണ്ടന്റ് മുഖ്യം പിക്കില്ലേ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ചിക്കൻ ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത്? ചിക്കൻ കറി. സോറി.